നമസ്കാരം. അപ്പോൾ ഞാൻ ഈ ഇൻസിഡൻറ്റിൻ്റെ ഒരു അപ്ഡേറ്റ് തരാനാണ് ഇപ്പം ഈ വീഡിയോ ചെയ്യുന്നത്. എനിക്ക് എല്ലായിടത്തും കൂടെ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കാൻ വയ്യ. ഒരേ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്ത് സംസാരിക്കുന്നത് ഒരു ഇറിറ്റേഷനായി തുടങ്ങി. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇന്നലെ പോയി എക്സ്റേ എടുത്തപ്പോൾ അതിൽ നേസൽ ബോൺ ഡാമേജ് ഉണ്ട്. അപ്പം ഈ ഡാമേജ് ഉള്ളപ്പോഴത്തേക്കിനും എന്താണ് സെക്ഷൻ 307 എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അപ്പം നോൺ ബെയിലബിൾ ഒഫൻസ് ആണെന്നാണ് അറിയുന്നത്. അപ്പം അതും കൂടെ ആഡ് ആവും അതിൻ്റെ അകത്ത് എന്നാണ് ഇപ്പം മനസ്സിലാവുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ള, ഞാൻ ഒരു ഇൻസിഡൻറ്റ് ഇന്നലെ പറഞ്ഞതിൽ മറന്നുപോയ ഒരു ഇൻസിഡൻറ്റ് ഞാൻ ഇപ്പോൾ പറയുകയാണ്. അതായത് ഈ വാക്ക് 45 മിനിറ്റോളം സംസാരം നടന്നു. ഓക്കെ, ഇപ്പം 45 മിനിറ്റ് മൊത്തം പറയാൻ പറ്റത്തില്ല. എല്ലാ കാര്യങ്ങളും എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു ഗ്ലെയറിങ് ഇൻസിഡൻറ്റ് നടന്നത് ഞാൻ പറയാൻ മറന്നുപോയി. അതെന്ന് പറയുന്നത്, ഇവർ കണ്ടിന്യൂസ് ആയിട്ട് എന്നെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം അപ്പോഴത്തെ കാര്യമാണ് പറയുന്നത്. അപ്പം ആ സമയത്ത് ഞാനിവിടുത്തെ ചോദിച്ചു, നിങ്ങളെല്ലാം വിശ്വാസികളാണ്, നിങ്ങളെല്ലാം മദ്യവെച്ചിട്ടുമുണ്ട്, നിങ്ങളെല്ലാം എന്നെ തെറി വിളിച്ചുകൊണ്ടായിരിക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ എല്ലാവരുമല്ല, നിങ്ങൾ വിശ്വാസികൾ തെറി വിളിക്കുന്നുണ്ട് എന്നെ. എല്ലാവരും തെറി വിളിച്ചിട്ടില്ല. അപ്പോൾ അതിൽ 3, 4, 5 പേര് തെറി വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർ തെറി വിളിക്കുന്നുണ്ട്, മദ്യവെച്ചിട്ടുമുണ്ട്. ഞാൻ നിങ്ങളെ ഇതുവരെ ഒരു തെറി പോലും ഇതുവരെ വിളിച്ചിട്ടില്ല. നിങ്ങൾക്ക് തെറി വിളിക്കാൻ ഇത്ര ധൈര്യമുണ്ടെങ്കിൽ ഞാനിപ്പോൾ എൻ്റെ ഫോൺ എടുക്കാം, എന്നിട്ട് ആ വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്യാം. അതിൽ നിങ്ങൾ എന്നെ തെറി വിളിക്കുമെന്ന് ചോദിച്ചു. നീ എന്തിനാണ് റെക്കോർഡ് ചെയ്യുന്നത്? നീ ആരാ അത് റെക്കോർഡ് ചെയ്യാൻ? നീ അത് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ നിൻ്റെ ഫോൺ എടുത്ത് വെച്ചിട്ട് ഞാൻ താഴോട്ടങ്ങ് എറിയും. ഞാൻ എറിഞ്ഞു പൊട്ടിക്കും. എനിക്ക് കടവൂരിലെ പിള്ളേരെ അറിയാവോടാ? കടവൂർ അമ്പലത്തിലെ ആൾക്കാരെ അറിയാവോടാ? അത് വേറെ അമ്പലം, വലിയ അമ്പലമാണ്. അപ്പം അവിടുത്തെ ആൾക്കാരെ അറിയാമോ? അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്നെ ഭീഷണിപ്പെടുത്തി. നിൻ്റെ ഫോൺ എറിഞ്ഞ് പൊട്ടിക്കുക എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫോൺ ആക്ച്വലി പോക്കറ്റിൽ നിന്ന് എടുത്ത് എറിഞ്ഞ് പൊട്ടിക്കാനുള്ള ശ്രമം നടത്തി. പക്ഷേ ഫോൺ നഷ്ടപ്പെട്ടാലും വലിയ പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫോൺ എങ്ങനെയെങ്കിലും ബലം സംഹരിച്ച് ഞാൻ എൻ്റെ ഫോൺ സംരക്ഷിച്ചു. അപ്പോൾ ആ ഒരു ഇൻസിഡൻറ്റ് നടന്നു. അപ്പം ഈ നേസൽ ബോൺ ഡാമേജ് അതിൽ അപ്ഡേറ്റ് വരും. റിലേറ്റീവ്സിനെ വിളിച്ചിട്ട് ഓരോന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നും എനിക്കതൊന്നും വലിയ പ്രശ്നമല്ല. എനിക്കതൊന്നും കേൾക്കണ്ട. അപ്പം എൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുമ്പോഴത്തേക്കിന് ഇപ്പം ഇന്നലത്തെയും മിനിഞ്ഞാത്തത്തെയൊക്കെ ജോലി ചെറുതായിട്ടൊന്ന് തടസ്സമായി. അപ്പം കാര്യങ്ങൾ വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് ചെയ്യാൻ മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഇത് ആലോചിച്ചുകൊണ്ടിരിക്കാൻ എനിക്ക് സമയമില്ല. അപ്പം അതങ്ങനെയാണ്. ഇപ്പം ഇതാണ് എൻ്റെ അപ്ഡേറ്റ്. അപ്പോൾ ഇതൊന്ന് പറയണമെന്ന് തോന്നി. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഒരുപാട് പേര് പലയിടത്തും ഈ അയ്യപ്പൻ്റെ എന്തോ ഒരു ഉത്സവം അങ്ങനെ എന്തോണ്ട് ചെറുപ്പ് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇഷ്യൂ ആയിട്ട് എപ്പോഴും സ്പീക്കറിൻ്റെ ഇഷ്യൂ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പം ഞാൻ പറയുന്നത്, ഇത് ഓരോരുത്തരുടെ മനസ്സിൽ ഇത് ഇഷ്യൂ ആയിട്ട് കയറുന്നുണ്ടെങ്കിൽ ഈ മീഡിയാസ് ചെയ്യുന്നത് പോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം പലരും നേരിടുന്ന ഇഷ്യൂസ് ഏതെങ്കിലും ഒരു യൂട്യൂബ് ചാനലിൽ വന്ന് പറയാനുള്ള ധൈര്യം കാണിക്കുക. പറഞ്ഞ് മനസ്സിലായില്ലേ? ഐഡൻറ്റിറ്റി ഡിസ്ക്ലോസ് ചെയ്യേണ്ടെന്ന് 112 പറയുന്നുണ്ട്, ശരിയാണ്. ഇനിയിപ്പോൾ ഐഡൻറ്റിറ്റി ഡിസ്ക്ലോസ് ചെയ്യേണ്ടെന്ന് പറയുന്നതാണ് ഇപ്പോൾ പറയുന്ന പ്രശ്നം. പറഞ്ഞ് മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിറ്റി ഡിസ്ക്ലോസ് ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് ഡിസ്ക്ലോസ് ചെയ്യണ്ട, അവരെ ഒന്നും ഫോഴ്സ് ചെയ്യുമല്ല. അപ്പോൾ ഐഡൻറ്റിറ്റി ഡിസ്ക്ലോസ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ അവരുടെ ഐഡൻറ്റിറ്റി ഡിസ്ക്ലോസ് ചെയ്തുകൊണ്ട് ഇന്നലെ രവിചന്ദ്രൻ സാറ് അവരോടൊന്നും നന്ദി പറഞ്ഞില്ല. രവി സാറ് എൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തു, സാമുവൽ സാറ് എൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തു, ഗീവർ സാറിന് നന്ദിയുണ്ട്, മനു സാറിന് നന്ദിയുണ്ട്, കൂടെ നിന്ന എല്ലാവർക്കും നന്ദിയുണ്ട്, പോലീസ് സ്റ്റേഷന് നന്ദിയുണ്ട്, ACP സാറിന് നന്ദിയുണ്ട്. ACP സാർ അവിടെ വിളിച്ച് പറഞ്ഞതാണ്. അപ്പോൾ അതിന് നന്ദിയുണ്ട്.
അപ്പം എല്ലാവർക്കും നന്ദിയുണ്ട്. അപ്പം എനിക്ക് പറയാനുള്ളത്, ഈ നിങ്ങൾക്കുള്ള വിഷയങ്ങൾ, ഈ സൗണ്ട് പൊല്യൂഷൻ എന്ന് പറയുന്നത് വിഷയമല്ല എന്നാണ് പറയുന്നത്. പക്ഷേ എൻ്റെ ഒരു ക്ലയൻറ്റ് ജർമ്മനിയിൽ, അപ്പം പുള്ളി പറയുന്നത് പുള്ളിയുടെ അപ്പുറത്തെ വീട്ടിൽ, ജർമ്മനിയിൽ അപ്പുറത്തെ വീട്ടിൽ ഒരു പട്ടി വെച്ചിട്ട് ആ സൗണ്ട് ഇപ്പുറത്ത് കേട്ട് കഴിഞ്ഞാൽ അതിന് കേസെടുക്കുന്ന നാടാണ്. അപ്പം നമ്മൾ അത്രമാത്രം പ്രോഗ്രസ് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്, മനസ്സിലായോ? അല്ലാതെ ഇത് ഇവിടെ ഇപ്പോഴും കാളവണ്ടി ഓടിച്ചുകൊണ്ട് നടക്കുകയല്ല വേണ്ടത്. ഒന്നിനും എക്സ്ക്യൂസ് എടുത്ത് പോവുകയല്ല വേണ്ടത്. അപ്പം നമ്മളെ സംബന്ധിച്ചോളം ഇഷ്യൂ ഉള്ളത് മാക്സിമം ആൾക്കാർ അത് ഇഷ്യൂ ആണ് എന്ന് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ട് കൂടുതൽ ആൾക്കാർ എന്താണ് യൂട്യൂബേഴ്സിന് അവരുടെ ഡീറ്റെയിൽ കൊടുത്തിട്ട് രവി സാറിന് കൊടുക്കാം, പുള്ളി അത് അപ്ലോഡ് ചെയ്യും. പിന്നെ സാമുവൽ സാറിന് കൊടുക്കാം. അപ്പോൾ ഇത് നിരന്തരമായിട്ട് ചാനലുകളിലൂടെ ഈ പറയുന്ന ഇഷ്യൂ പോസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പോഴേ ഇതിനൊരു പരിഹാരം ഉണ്ടാകത്തുള്ളൂ. ഇത് നമ്മൾ നിർത്തുക. എനിക്ക് ഒരു കോട്ട് പറയാനുണ്ട്. ഞാൻ ഇതിനെപ്പറ്റി അത്യാവശ്യം നിയമവശങ്ങൾ പഠിച്ചിട്ടുണ്ട് ഈ സൗണ്ട് പൊല്യൂഷൻ്റെ. അപ്പോൾ അതിൽ ഒരു കേരള ഹൈക്കോടതിൻ്റെ ഒരു കോട്ടുണ്ട്. ആ കോട്ട് പറയുന്നത് ഹൗസ് ഓഫ് ദി ഗോഡ്സ് മസ്റ്റ് ബി സൈലന്റ് ബിക്കോസ് ഗോഡ് ഈസ് നോട്ട് ഡെഫ് എന്നാണ് പറയുന്നത്. പറഞ്ഞ് മനസ്സിലായോ? അപ്പം അന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാധനാലയങ്ങൾ അത് സൈലന്റ് ആയിരിക്കണം, നിശബ്ദമായിരിക്കണം. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം ചെവി കേൾക്കാത്തവനല്ല. പറഞ്ഞ മനസ്സിലായില്ലേ? സ്പീക്കർ വേണോ ദൈവത്തിന് ഈ പറയുന്ന നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കാൻ? പാട്ട് വേണോ? മനസ്സിലാലോചിച്ചാൽ പോരെ? ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടിക്കാതെ ചെയ്യാൻ പറ്റത്തില്ലേ നിങ്ങൾക്ക്? അപ്പോൾ ആ കേരള ഹൈക്കോർട്ട് പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഒന്നുകൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുക. ഹൗസ് ഓഫ് ദി ഗോഡ്സ് മസ്റ്റ് ബി സൈലന്റ് ബിക്കോസ് ഗോഡ് ഈസ് നോട്ട് ഡെഫ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് ഈ സ്പീക്കറെല്ലാം എടുത്ത് മാറ്റുക അതിൻ്റെ അകത്തുനിന്ന്. എന്നിട്ട് സൈലന്റ് ആയിട്ടിരുന്ന് പ്രാർത്ഥിക്കുക. നാട്ടുകാർക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. പറഞ്ഞ മനസ്സിലായില്ലേ? എനിക്കിപ്പോൾ തൽക്കാലം ഇത്രേ പറയാനുള്ളൂ. ഓക്കെ.